ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? സോ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫോണിലുള്ള റീൽസ് തോണ്ടലെല്ലാം മാറ്റി കുറച്ച് ടൈം എനിക്ക് വേണ്ടി തന്നെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ എന്താ പറയുക, സെൽഫ് ലവ് അങ്ങനെ വലിയ കാര്യങ്ങളല്ല. ഈ സ്ക്രീൻ ടൈമൊക്കെ ഒന്ന് വേറെ കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് എൻഗേജ് ആയിട്ടിരിക്കുക. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ എന്നെ പൊക്കിയായിരുന്നു കേട്ടോ, സ്ക്രീൻ ടൈം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഫോണിൻ്റെ. സോ ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊക്കെയാണ് ഇനി ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഞാൻ തന്നെ ജസ്റ്റ് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ചു നേരം പുറത്തൂടെയൊക്കെ കുറേ നടന്നു. പിന്നെ വിചാരിച്ചു ഒരു ചെടി വാങ്ങിയാലോ എന്ന് വിചാരിച്ചു. കാരണം അതിന് ഞാൻ ഇത് പൈസ നോക്കാറില്ല, ഒന്നും നോക്കാറില്ല, ഞാൻ വാങ്ങും. പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ എനിക്ക് ഭയങ്കര ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഈ ഡൂഡിൽ പെയിൻറ്റിങ് എന്താണെന്നറിയാവോ? അതായത് എന്നെപ്പോലുള്ള ഇങ്ങനെ ഓവർ തിങ്കേഴ്സിനൊക്കെ പറ്റിയൊരു പെയിൻറ്റിങ്ങാണിത്. എന്നുവെച്ചാൽ ഇതൊന്നുമില്ല, റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ വരയ്ക്കുക, എന്നിട്ട് അതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുക. അതാണ് ഡൂഡിൽ പെയിൻറ്റിങ്. അത് കുറച്ച് നേരം നമ്മൾ എൻഗേജ് ചെയ്തിരുത്തുക, നമ്മളെ വേറൊരു കാര്യത്തിലോട്ടും കൊണ്ടുപോകാതെ. ആൻഡ് ഹിയർ എനിക്കിവിടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാറുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്തു, എനിക്ക് തന്നെ പ്രൗഡ് തോന്നി എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. അതിനായിട്ടാണ് ഞാൻ ഇതിൽ തോട്ട്സോ അല്ലെങ്കിൽ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് ഞാൻ ഇതിൽ എഴുതിയിടും. ഞാൻ നേരത്തെ പറഞ്ഞ ഡൂഡിൽ പെയിൻ്റൊക്കെ ഇപ്പോൾ വന്ന സംഭവങ്ങളല്ലേ. അതിക്ക് മുമ്പ് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, ഞാൻ മാത്രമല്ല, ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്ത സംഭവമാണ്. അതായത് അതിന് നമുക്ക് വേണ്ടത് വെറും ഒരു ലാമ്പും പേപ്പറും മാത്രമാണ്. അങ്ങ് എഴുതും എന്താണ് ഓവർ തിങ്ക് ചെയ്തേ എന്നുള്ളതും. അത് ജസ്റ്റ് ഫയർ ഇറ്റ്, അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ആൻഡ് ദെൻ എനിക്കിഷ്ടമുള്ളൊരു പരിപാടിയാണ് കുക്കിംഗ്. അത് കുറേ നേരം ഒന്നും എടുത്ത് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. കുറച്ച് സമയത്തിനുള്ളിൽ നല്ല സ്വീറ്റ് ആൻഡ് ക്യൂട്ട് സാധനങ്ങളൊക്കെ, അതായത് പുഡിങ്ങോ പാൻ കേക്ക്സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു പുഡിങ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി സെറ്റായിരുന്നു. ആൻഡ് ഫൈനലി ഒരു 2-3 മണിക്കൂറത്തെ വാം ബാത്ത് എന്നെ എൻഗേജ് ചെയ്തിട്ടിക്കോളും. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ ബൈ.